ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ ഒരു വൈകുന്നേരമാണ് കേട്ടോ. പൊതുവേ നമ്മൾ രാവിലെയും പിന്നെ മൊത്തത്തിലുള്ളൊരു ദിവസവും അങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫിൽ കൂടുതൽ നമ്മൾ വൈകുന്നേരം നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും നമുക്ക് എൻ്റെ ഒരു വൈകുന്നേരം കാണാം. അപ്പോൾ ഇപ്പോൾ മഴയാണ് കേട്ടോ, ചെറിയ മഴയാണ്. വലിയ മഴയല്ല, പക്ഷേ ഇങ്ങനെ ഒരുപാട് സമയമായിട്ട് ചെറിയ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുക. കുഞ്ഞാളിവിടെ ടി വി ഒക്കെ കണ്ട് അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മഴയത്ത് തണുപ്പൊക്കെ ആയതുകൊണ്ട് കമ്പിളിയൊക്കെ പൊതിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഈ വീട്ടിലെ അവസാനത്തെ ദിവസമാണ്, ഇവിടുത്തെ അവസാനത്തെ വ്ളോഗും കൂടെയാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ നമ്മൾ മാറുന്ന ദിവസം ആയതുകൊണ്ട് തലേ ദിവസം എന്തായാലും എന്തെങ്കിലുമൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഈ ഒരു വീടിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു അവസാനത്തെ ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് നമ്മുടെ ഒരു അടുക്കൽ ഒതുക്കൽ വ്ളോഗാണ് കേട്ടോ. എനിക്ക് നാളത്തേക്ക് സത്യം പറഞ്ഞാൽ ഫുഡ് വെക്കണം. ഫുഡ് വെച്ചിട്ട് വേണം സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരമായിരിക്കും നമ്മൾ മാറുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ കുറച്ചധികം സാധനങ്ങൾ മാറ്റണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ രാവിലെ മുതലേ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മൊത്തം സാധനങ്ങളും എടുത്ത് വെക്കാം. എന്നിട്ട് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വൈകുന്നേരം ഫർണിച്ചറൊക്കെ മാറ്റാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇവിടുത്തെ അവസാനത്തെ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും പോകണം എന്നെനിക്കൊരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളക്ക് വെക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മോനും ഇന്ന് ഈ ഒരു ദിവസമാണല്ലോ ഇവിടെ ഇനി ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ അവന് ഈ വക കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നമുക്ക് നല്ല രീതിയിൽ എല്ലാ ദിവസത്തെയും പോലെ പോവാം. എന്നിട്ട് നാളെ ആ പുതിയ വീട്ടിൽ പോയി അവിടെ എങ്ങനെ പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ വേഗം തന്നെ വിളക്കൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇനി ഇവിടുത്തെ നമ്മുടെ പൂ പറിക്കൽ ഒരു ചടങ്ങാണ്. ഇവിടെ എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഞാൻ ഈ എന്താ പറയുക തെച്ചിയൊക്കെ ഞാൻ നന്നായിട്ട് വളർത്തിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വരും. ഇപ്പോൾ 5 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തുണികൾ ഞാൻ അലക്കി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ തുണികളും ഞാൻ അലക്കി എടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയിട്ട് ഒന്നും അലക്കാനായിട്ട് എനിക്ക് പ്ലാനില്ല. ബ്ലാങ്കറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മേളിൽ രാവിലെ തന്നെ അലക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വൈകുന്നേരം എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ അത് ആ സമയം കൊണ്ട് എനിക്ക് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ അലക്കാനുള്ളതൊക്കെ മുൻകൂട്ടി തന്നെ ഞാൻ അലക്കി എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാറുന്നത് ഒരു വിഷമമാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ ഒരു വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി റോഡ് സൗകര്യം നമ്മളിപ്പോൾ എടുക്കുന്ന വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വീട്ടിൽ ടാറിട്ട റോഡാണ്. അവിടെ നമ്മൾ ഒരു അല്പം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പും കടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ വീട് ഇത്രയും വലുതാണെന്ന് ചോദിച്ചാൽ അല്ല. 3 ബെഡ്റൂം ഉണ്ടെങ്കിലും നമ്മൾ ഒരു ബെഡ്റൂമിൽ അവിടെ കിടന്ന സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പിന്നെ 2 ബെഡ്റൂമാണല്ലോ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ചെറിയ ബെഡ്റൂമാണ്. അതിൽ കൂടെ തന്നെ അവരവിടെ അലമാരയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ അലമാരയും അവരുടെ എല്ലാം കൂടെ ഇപ്പോൾ ഇച്ചിരി ഒന്ന് ഇറങ്ങിയത് പോലെയാണ്. എന്നാലും സാരമില്ല, എപ്പോഴായാലും നമ്മൾ മാറണമല്ലോ. പിന്നെ ഇത് വളരെ പെട്ടെന്ന് നമ്മളൊരു മാറ്റം അങ്ങനെ മാറി പോകുന്നതാണ്. എന്നാലും സാരമില്ല. അങ്ങനെ ആദ്യം ഞാൻ തുണി അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അലമാരക്കകത്ത് തുണിയൊക്കെ ഇങ്ങനെ വാരി വലിച്ചതുപോലെയാണ് കിടക്കുന്നത്. ഇത് ഞാൻ വാരി വലിച്ചിട്ടേക്കുന്നതല്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ വരെ എൻ്റെ മോൻ എത്തുന്ന സ്ഥലമാണ്. എൻ്റെ മോൻ്റെ കൈ എത്താത്ത സ്ഥലത്തെ തുണികളാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ താഴെ ഞാനിങ്ങനെ മടക്കി വെക്കുന്നത് തന്നെ വന്ന് വാരി അവൻ മടക്കി വെച്ച് തരുന്നതാണ് സംഭവം. പക്ഷേ കയ്യിൽ നിന്ന് ഇങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ആദ്യം ഒന്ന് മടക്കി അടുക്കി വെക്കാം. അപ്പോൾ നമുക്ക് എടുത്തിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ മടക്കിയ തുണി തന്നെ എടുത്തിട്ട് പോയാൽ അവിടെ കൊണ്ടുവന്ന് വെക്കാനും എനിക്ക് എളുപ്പമാണ്. ഇല്ലാണ്ട് ഞാൻ വാരി വലിച്ച് ഇതേപോലെ എടുത്തിട്ട് പോയാൽ ഞാൻ വീട്ടിൽ അവിടെ പോയി കിടന്നിട്ട് എനിക്ക് ഇരട്ടി പണിയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണികളൊക്കെ മടക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൽ തന്നെ നമുക്ക് കുറേയൊക്കെ മാറ്റാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടാത്ത തുണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയും ആർച്ചൊക്കെ എടുക്കണം. പിന്നെ വേണ്ടാത്തതൊക്കെ എല്ലാം കത്തിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം വാരിക്കെട്ടിക്കൊണ്ട് വീണ്ടും അവിടെ പോയാൽ നമുക്ക് തന്നെ പാട്. എൻ്റെ കുറച്ച് വീട്ടിലിടുന്ന പഴയതും പിന്നെ മോൻ്റെത് തീരെ നമുക്ക് പാർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഉടുപ്പുകളൊക്കെ വീട്ടിലിടുന്നതും പുറത്തിടുന്നതായാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും മാറ്റാമെന്ന് വിചാരിച്ചോട്ടെ. അപ്പോൾ ഞാൻ മോൻ്റെ പെയറായിട്ടുള്ള ഡ്രസ്സൊക്കെ നോക്കിയെടുത്തൊക്കെ തിരിഞ്ഞൊക്കെ വെച്ച് ഒരു സൈഡ് ഞാൻ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് എൻ്റെ വശത്തോട്ട് പോകാനുള്ളത്. ഇത് മോൻ്റെ പുറത്തിടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഏറ്റവും താഴെ ഒഴിവുള്ളതുകൊണ്ട് ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ അവിടെയാണ് വെക്കാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ 4 റോയിൽ ഡ്രസ്സ് ഉണ്ട്. ഇതിൽ തന്നെ പകുതി ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റാറുള്ളൂ. കൂടുതലും ഞാനിങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വണ്ണം വെച്ചതിന് ശേഷം എനിക്ക് ഇടാൻ പറ്റാത്ത ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് പൊളിച്ച് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇടാൻ പറ്റും. ഫേവറേറ്റ് ഡ്രസ്സസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തയ്ക്കാൻ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചേക്കുന്ന ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ മാറിയിട്ട് നമ്മൾ മറ്റേ വീട്ടിൽ പോയിട്ട് എന്തായാലും എല്ലാം അടിച്ചെടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ മടക്കി വെച്ചപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടുള്ള ഡ്രസ്സ് തയ്ക്കാനുള്ളതൊക്കെ ഞാൻ ഒരു റോയിലാക്കി വെച്ചു. എന്നിട്ട് എനിക്ക് എപ്പോഴും ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഞാൻ തിരിഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പോകുമ്പോഴേക്കും നോക്കി എടുക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ അടുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ അലമാരയൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഫർണിച്ചറൊക്കെ ആദ്യം തുടയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. എന്തായാലും പോകുമ്പോഴേക്കും പൊടിയും മഴയാണോ എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. ഞാൻ പിന്നെ ഈ അലമാര തുടങ്ങിയതുകൊണ്ട് മൊത്തത്തിലേക്ക് തുടച്ചെടുത്തിട്ട് ഞാൻ പിന്നെ അതങ്ങ് നിർത്തിയേ. ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് മഴ കറുത്ത് വന്നെങ്കിലും പിന്നെ അതങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ കൊതുകൊക്കെ വന്ന് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി ജനലൊക്കെ അടച്ചിട്ട് ഇപ്പുറത്തെ റൂമിലുള്ള ചേട്ടൻ്റെ തുണി വെച്ചിരുന്നതൊക്കെ ഞാനൊരു കവറിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ.
2-3 ഇതുപോലത്തെ കവറിൽ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തുണികൾ വെക്കാൻ സ്ഥലം ഇല്ലാത്തത് ഞാൻ അലമാരക്കകത്ത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആൾ വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ അതുപോലെ വെച്ചിട്ടുണ്ട്. പൊട്ടുന്ന പെർഫ്യൂമിന്റെ കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഇനി നമുക്ക് മേളിൽ, അതായത് റൂമിന്റെ മേളിൽ ഇതുപോലെ ഇങ്ങനെ വാരി കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിന്റെ പക്കത്തിയും കത്തിക്കാനുള്ള സാധനങ്ങളാണ്. നാളെ രാവിലെ തിരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാത്രങ്ങളെല്ലാം ചെറിയ ചെറിയ പോണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. എല്ലാം ഞാൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ വൃത്തിയോടെ എടുത്തിട്ട് പോയാൽ മതി. അതൊക്കെ വെക്കാൻ സമയമായതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ നമുക്കൊന്ന് കുന്തിരിക്കൊക്കെ ഒന്ന് പുകയ്ക്കണം. അപ്പോൾ ഇന്നത്തോടെ ഇവിടുത്തെ കുന്തിരിക്കം പുകയ്ക്കൽ തീരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ചിരട്ടയൊക്കെ കത്തിച്ച് ഒന്ന് കുന്തിരിക്കൊക്കെ പുകച്ച് നല്ല വീടൊക്കെ നല്ല ഫ്രഷ് ആക്കിയൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ രണ്ടുപേരും കൂടെ വിളക്കൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ മോൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എപ്പോഴും വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവനാണ് സാമ്പ്രാണി കത്തിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. വീട്ടിൽ അടിക്കാനും തുടയ്ക്കാനൊക്കെ പോകുമ്പോൾ കൂടെ വരുമെങ്കിൽ അങ്ങനെ ആൾക്ക് പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വീട് മാറി കുറച്ച് സമയം കൂടുതൽ അവിടെ സന്ധ്യയ്ക്ക് നിന്നാലും അങ്ങനത്തെ പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് വീടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിലതിലൊക്കെ പോകുമ്പോൾ മോൻ്റെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എടുത്ത വീട്ടിൽ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് മോനെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ഇച്ചിരി നല്ല വലിയ ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിപ്രാവശ്യം വാങ്ങിച്ചിട്ട് വന്നത് നല്ല കുഞ്ഞ് ഞണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് ഐസ് മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലുണ്ടായിരുന്ന അവസാനത്തെ പച്ചക്കറിയാണ് കേട്ടോ ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. മാറുന്നത് തന്നെ ഞാൻ പിന്നെ പുതിയ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ പോയിട്ടെല്ലാം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അവസാനം ദിവസത്തേക്ക് കണക്കാക്കി ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു അല്പം പടവലയും പിന്നെ കുറച്ച് ബീൻസും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ചു. മാറുന്നത് കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ച കാര്യം ആയതുകൊണ്ട് അതിനനുസരിച്ചാണ് കേട്ടോ ഇവിടെ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരുന്നത്. സൈഡിൽ നിന്ന് ഞാൻ അപ്പോൾ തൊട്ട് ഒതുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അടുക്കളയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് വേസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് കുറച്ച് പേപ്പറും പിന്നെ കുറച്ച് പഴയ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആയിട്ട് മാറിയ സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മാറിയിട്ട് ഒരു 2-3 ദിവസം കഴിയുന്നവരെ നമുക്ക് താക്കോല് കൊടുക്കാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. അതായത് അടുത്ത വാടക കൊടുക്കുന്നതിന് തൊട്ട് മുന്നെയാണല്ലോ നമ്മൾ താക്കോല് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെയിലൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങൾ മുറ്റമെല്ലാം അടിച്ച് നല്ല രീതിക്ക് തന്നെ വീട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. തിരിച്ച് വെയിൽ ഇപ്പോൾ അടിക്കലും ഒതുക്കലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഇപ്പം നിൽക്കുമ്പോഴേക്കും എനിക്ക് ക്ഷീണം വരുവാണ്. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. എനിക്ക് നല്ല ബോഡി പെയിനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയം നിന്ന് എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വന്ന് ഇരുന്നു. എനിക്ക് കുറച്ച് സമയം ഇരുന്നാലേ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മോൻ്റെ കളിയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് 5-10 മിനിറ്റ് കാറ്റൊക്കെ കൊണ്ട് ടി വി ഒക്കെ കണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മീനിൻ്റെ ഐസൊക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീനും കൂടെ റെഡിയാക്കി ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ എടുത്ത് ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാമല്ലോ. അതിൽ മാറുമ്പോൾ വൈകുന്നേരം ആവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് മുന്നേ ഞാനൊരു ഞണ്ടിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല വലിയ ഞണ്ടായിരുന്നു കേട്ടോ. ഈ സാധനമാണെങ്കിൽ ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കയ്യിലെല്ലാം കുത്തി കയറുന്നുണ്ടായിരുന്നു. കുഞ്ഞായതുകൊണ്ട് ഞാൻ പിടിക്കുന്നിടത്തൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ റോസ്റ്റാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അന്ന് ഞാൻ ഒരു കറി പോലെയാണ് വെച്ചത്. അപ്പോൾ ഇത് റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ ഞണ്ടൊക്കെ വൃത്തിയാക്കി എടുത്തു. ഇത് നല്ലോണം കഴുകിയെടുത്ത് ഞാൻ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ എടുക്കണം. ചെറിയുള്ളിയും സവോളയും പച്ചമുളകും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ വേണ്ട രീതിക്ക് ഞാൻ കട്ടുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ വേണ്ടത് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ മറ്റേ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നതെന്ന് ഉണ്ടായിരുന്നതെല്ലാം ഞാനെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 2-3 ഐറ്റം പാത്രങ്ങൾ നമുക്ക് ഫുഡ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ എപ്പോഴും വേണ്ടത് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതിന് മുന്നേ തന്നെ ഒരു സെറ്റ് ഞാൻ കൊണ്ടുപോയി അവിടുത്തെ വീട്ടിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് മഴ തോർന്ന് നിന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ബുക്സും കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്നതും പാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ താഴത്തെ വീട്ടിലോട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അവിടെ അടിക്കലും ഒതുക്കലും ആയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അടുക്കി ഒതുക്കി സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല തലവേദനയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കും വരവും ഒതുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ വെക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഒക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഇവിടെ കഴിയാറായിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.